മഴ ശക്തമായതോടെ ഇടുക്കി അടിമാലി ടൗണിൽ പല സ്ഥലങ്ങളും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. അടിമാലി ലൈബ്രറി റോഡിലെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും വെള്ളം കയറി. ലക്ഷം വീട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് വീണ്ടും ചെറുതായി മണ്ണിടിഞ്ഞു. മുഹമ്മദ് ആഷിഖുണ്ട് വിവരങ്ങൾ നൽകാനായി. ആഷിഖ്, ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ എന്താണ് സാഹചര്യം? മഴ പെയ്യുന്നുണ്ടോ? ഒപ്പം തന്നെ ഇടുക്കി കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്താൻ കൂടി തീരുമാനമായിട്ടുണ്ടല്ലോ. തീർച്ചയായും അത് തന്നെയാണ്. അതിശക്തമായ മഴ ഇപ്പോഴും അടിമാലിയിലും പരിസര പ്രദേശങ്ങളിലും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഏതാണ്ട് 12 മണിയോട് കൂടിയാണ് മഴ പതിയെ ജില്ലയിൽ ആരംഭിച്ചത്, മലയോര മേഖലയിൽ ആരംഭിച്ചത് എന്നുള്ളതാണ്. രാവിലെ എല്ലാം തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു ജില്ലയിലെമ്പാടും അനുഭവപ്പെട്ടിരുന്നത്. ഉച്ചയോടെ ആരംഭിച്ച മഴ ഏതാണ്ട് 3 മണി വരെ നിന്ന് പെയ്യുകയായിരുന്നു. തുടർന്നാണ് അടിമാലി ടൗണിൽ വെള്ളം കയറിയത്. അടിമാലി ടൗണിൽ ലൈബ്രറി റോഡിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. ലൈബ്രറി നഗറിലാണ് വെള്ളം പ്രധാനമായും കയറിയിട്ടുള്ളത്. അവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളടക്കം വെള്ളം കയറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. പലയിടങ്ങളിൽ മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. ദേശീയപാത 85 പലയിടങ്ങളിലും മണ്ണിടിഞ്ഞിട്ടുണ്ട്. കല്ലാർകുട്ടിയിൽ റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മുൻപ് കഴിഞ്ഞ വർഷം മഴയിൽ മണ്ണിടിച്ച് വലിയ ദുരന്തമുണ്ടായ അടിമാലി ലക്ഷം വീട് കോളനിക്ക് സമീപം ചെറിയ തോതിൽ മണ്ണിടിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ വലിയ കൂറ്റൻ മണ്ണിട്ട അപകടാവസ്ഥയിൽ ഇപ്പോഴും തുടരുകയാണ്. മണ്ണ് ഇനിയും ഇടിഞ്ഞു വീഴേക്കാം എന്നുള്ള ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട്. ആകെ മൊത്തത്തിൽ ഒരു ജാഗ്രത പുലർത്തേണ്ട സാഹചര്യം ഇടുക്കി ജില്ലയുടെ മലയോര മേഖലയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വാളറ, നേര്യമംഗലം, കല്ലാർകുട്ടി, അടിമാലി ഭാഗത്താണ് അതിശക്തമായ മഴ പെയ്യുന്നത്. കൂടാതെ അനീഷ ചൂണ്ടിക്കാണിച്ചതുപോലെ കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. 5 ഷട്ടറുകൾ ഉയർത്താനുള്ള തീരുമാനമാണ് ഈ ഘട്ടത്തിൽ എടുത്തിട്ടുള്ളത്. പ്രദേശത്ത് അതിശക്തമായ മഴ ലഭിക്കുന്നതിന്റെ ഭാഗമായി കല്ലാർകുട്ടി അണക്കെട്ടിലെ ജലനിരപ്പ് വർദ്ധിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് 5 ഷട്ടറുകൾ ഉയർത്തുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി കല്ലാർപുഴയുടെ തീരത്തുള്ള ആളുകൾ ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ദേശീയപാത 85 യാത്ര പരമാവധി ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശമാണ് ആ മേഖലയിലെ പ്രാദേശികരായിട്ടുള്ള ആളുകൾ പറയുന്ന പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. മണ്ണിടിച്ചിൽ ഭീഷണി അവിടെ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ മരങ്ങൾ നിരന്തരം വീഴുന്ന സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തോട്ടുള്ള യാത്ര പരമാവധി ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. കൂടാതെ ദേശീയപാത 85 കനത്ത മഴവെള്ളപ്പാച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്. പലയിടങ്ങളിലും മണ്ണിടിഞ്ഞു വീഴുന്നത് കൊണ്ടാണ് എന്നാണ് നാട്ടിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഏതായാലും വിനോദസഞ്ചാരികളും അല്ലാത്ത യാത്രക്കാരൊക്കെ തന്നെ പരമാവധി ദേശീയപാത 85 യാത്ര ഒഴിവാക്കണം. അതിശക്തമായ മഴ എപ്പോഴും തുടരുകയാണ്. അപകട സമാനമായ സാഹചര്യം ജില്ലയുടെ മലയോര മേഖലകളിൽ നിലനിൽക്കുന്നുണ്ട്. മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്ന ആശങ്ക അതിശക്തമായി തന്നെ നിലനിൽക്കുന്നു. ഉച്ചയോടെ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. അനീഷ, ഏതായാലും ഇടുക്കിയിൽ മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ഒപ്പം തന്നെ കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തിയിട്ടുണ്ട്. 5 ഷട്ടറുകൾ ഉയർത്തിയാണ് വെള്ളം ഇപ്പോൾ പുറത്തേക്ക് ഒഴുക്കുന്നത്. ഏതായാലും തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്.